ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം ഇന്നും കാണിക്കുന്നത് നമ്മുടെ താലി മാറ്റൽ ചടങ്ങ് ആ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ സച്ചിനെ എങ്ങനെയെങ്കിലും ഇളക്കി മറിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മഹിമ 2 പേരെ ഇറക്കി സച്ചിയുടെ കാലൊക്കെ ചവിട്ടി മെതിച്ചു. എവിടെന്ന് നമ്മുടെ സച്ചി കുലുങ്ങില്ല. അങ്ങനെ കുലുങ്ങുന്ന ആളൊന്നും അല്ല നമ്മുടെ സച്ചി. അങ്ങനെ കുലുങ്ങുന്ന ആളല്ലെന്ന് പറയാൻ കാരണം അച്ഛനോടും ഭാര്യയോടും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സച്ചി പിടിച്ചു നിൽക്കുകയാണ്. മാക്സിമം അങ്ങേയറ്റം പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിലോ ഇതുവരെ മലേഷ്യക്കാരൻ എത്തിയിട്ടില്ല. അതിൻ്റെ വേദനയിൽ നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി കൈമലത്തി കാണിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. ചന്ദ്ര പറഞ്ഞു, നിന്റെ അച്ഛൻ എന്താടി ഇതുവരെ വരാത്തത്? മനുഷ്യനെ വട്ട് കളിപ്പിക്കുകയാണോ? അപ്പം മീര പറഞ്ഞു, അത് പിന്നെ ആൻറ്റി ഇപ്പം വിളിച്ചായിരുന്നു, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ? എന്താ ഔട്ട് ഓഫ് കവറേജ് ഏരിയ? അല്ല, ഇവളുടെ അച്ഛൻ അവിടെ നിന്ന് ഇതുവരെ എഴുന്നള്ളി വന്നില്ലേ? എന്താടി നിന്റെ അച്ഛന് വല്ല കൊമ്പും ഉണ്ടോ? എടി, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിലേ ദേ ഈ ഒരു ചടങ്ങിനൊക്കെ തീർച്ചയായിട്ടും പങ്കെടുക്കും. നീ ചെന്ന് കാണ്. അവിടെ ഉണ്ടല്ലോ വർഷേനെ സ്വീകരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ് മൂടിയേക്കുക. മലേഷ്യയിൽ കിടക്കുന്ന നിന്റെ കോടീശ്വരനായ അച്ഛന് എന്ത് സ്വർണ്ണം ഇടാടി നിനക്ക് എന്തൊക്കെ മേടിച്ചു തരാം. എന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാ നാണക്കേട്. ഇപ്പം വരും പിന്നെ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരോടും എനിക്ക് വയ്യ. ഇന്നെങ്ങാണോ എത്തുകൂടി. അത് പിന്നെ ആൻറ്റി മീര പറയുന്നത് ശരിയാ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ദേ ആൻറ്റി ഞാനിപ്പോൾ വിളിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് ആർക്കോ വിളിച്ചു ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല നിനക്ക് ഈ 2 മാല മാത്രമേ ഉള്ളോ? ഇനി വേറെ മാല നിനക്കില്ലേ? അവിടെയും നീ എന്നെ നാണം കെടുത്തു എൻ്റെ പൊന്നു ശ്രുതി. ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛൻ വരുമ്പോഴത്തേക്കും കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമായിരിക്കുമല്ലോ. ഒരു 3-4 കിലോ കാണുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ മീരയാണെങ്കിൽ 3-4 കിലോ. അപ്പോഴത്തേക്കും മീര ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, അതിന് ഇവളുടെ അച്ഛന് അവിടെ പച്ചക്കറി ബിസിനസ് ഒന്നും അല്ലല്ലോ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ദേ എന്നെ കളിയാക്കുന്നോ? അല്ല ആൻറ്റി, ഞാൻ കളിയാക്കിയതല്ല. ഈ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളപ്പം 3-4 കിലോ സ്വർണ്ണമൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ആൻറ്റി? ഏതായാലും കൊണ്ടുവരുമായിരിക്കും. കൈ നിറയും കഴുത്ത് നിറയൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവരുമായിരിക്കും. 3-4 കിലോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് ബാക്കി ശ്രുതിയുടെ അച്ഛൻ മേടിക്കുമായിരിക്കും. എന്താണെങ്കിലും ഇവിടെ വരുമല്ലോ, വന്ന് സ്വർണ്ണങ്ങളൊക്കെ മേടിക്കുമല്ലോ. ഇനിയിപ്പോൾ സാരമില്ല. ഒരു കാര്യം ചെയ്യേ ശ്രുതി, എൻ്റെ മാല നീ ഇട്ടോ എന്ന് പറഞ്ഞ് ഊരി അങ്ങോട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ആദ്യമൊക്കെ പറഞ്ഞു, വേണ്ട ആൻറ്റി വേണ്ട, ഞാൻ ഇത് ഇട്ടോളാം. അപ്പോഴത്തേക്കും വേണ്ട വേണ്ട വേണ്ട, ഇതേ എനിക്കാ നാണക്കേട്. എൻ്റെ കൾച്ചറിന് ചേരുന്ന പരിപാടിയൊന്നും അല്ല ഇത്. ഞാനാണ് എല്ലാവരോടും പറഞ്ഞത് നീ വലിയ പണക്കാരിയാണെന്ന്. അപ്പോൾ ഈ കഴുത്തേലൊന്നുമില്ല, മറ്റവളുടെ കഴുത്തേൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോഴേ അത് ശരിയാവത്തില്ല. പലരും ചോദിക്കും, അതുകൊണ്ട് ഇടാൻ പറഞ്ഞു. എൻ്റെ പൊന്നു ശ്രുതി, കണ്ടില്ലേ നിൻ്റെ അമ്മായിയമ്മയുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞു ഭാമ. അപ്പോഴത്തേക്ക് ശ്രുതി മനസ്സിൽ സ്നേഹം കൊണ്ടൊന്നും അല്ല, തള്ള ആരാ സൈസെന്ന് എനിക്കറിയാം. അപ്പം പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, ഏതായാലും ഞാൻ പോയി അവരെ എങ്ങനെയും ഒന്ന് പിടിച്ച് നിർത്തട്ടെ എന്ന് പറഞ്ഞ് ഭാമേനെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ മീര പറയുന്നത്, എടി ഇതിച്ചിരി കടുപ്പം തന്നെയാണ് കേട്ടോ. അയ്യോ, എന്താടി നിൻ്റെ അമ്മായിയമ്മയുടെ മാറ്റം? നേരത്തെ അന്നേ പാനേ പൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പം കണ്ടില്ലേ തങ്ങളുടെ സ്വഭാവം മാറിയത്? അതേടി, എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അതുപോലെയാ, രേവതിയോടൊന്നും ഇങ്ങനെ ദേഷ്യപ്പെടാറില്ല. എന്നോട് എന്തൊക്കെയാണെന്നോ പറയുന്നത്. സത്യം പറയാമല്ലോ, എന്നെ അതുപോലെ വേദനിപ്പിക്കുന്നുണ്ട്. തള്ളേനെ ഞാൻ ഞെക്കിക്കൊല്ലു എന്നെങ്കിലും. അതുപോലെയാ ഈ തള്ള കിടന്ന് കാണിക്കുന്നത്. പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നീ ആദ്യം അറിയണമായിരുന്നു. ഏതായാലും ധാമു വരാറായിട്ടുണ്ട്. കോട്ടം ധാമു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും സച്ചിനെ കുടിപ്പിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതോടുകൂടി നിൻ്റെ ഈ പ്രശ്നവും തലവേദനയൊക്കെ അങ്ങ് മാറിക്കോളും. അതാടി മീരെ എൻ്റെ ഏക ആശ്വാസം എന്നൊക്കെ പറയണം. അപ്പോൾ ഇതേ സമയം പിന്നെയും കാണിക്കുന്ന നമ്മുടെ രേവതിനെയും സച്ചിനെയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഹൂ എന്നൊക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളു കൊണ്ട് കയറുന്ന പോലെയാണ് കേട്ടോ. ഇത് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും ആ ഒരു ഇതിലൊക്കെയാണ് നമ്മുടെ സച്ചി ഇരിക്കുന്നത്. ഏതായാലും ഈ സമയം നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടൻ ഇങ്ങനെ
ഇനി പിടിച്ച് മിണ്ടാതെ ഒന്നും ഇരിക്കേണ്ട, എന്നോട് സംസാരിക്കാമല്ലോ സച്ചിയേട്ടന്. വേണ്ട വേണ്ട, ചിലപ്പോൾ നിന്നോട് സംസാരിച്ചാലും വഴക്കായാലോ. ഇതൊക്കെ ഞാനേ എൻ്റെ അച്ഛനെ നോക്കി ഒരാളെ ഓർത്ത് മാത്രമാണ് ഇത്രയും ഞാൻ അടങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ എൻ്റെ കൺട്രോൾ പോയേനെ രേവതി. എൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ. പാവം, ആ മനുഷ്യനെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല. എന്തെങ്കിലും ഇനി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണോ സച്ചേട്ടൻ അയാൾ കാലെ കയറി ചവിട്ടിയിട്ടും ഒന്നും പറയാതിരുന്നത്? പിന്നല്ലാതെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ ഞാൻ അയാളുടെ കോലവള്ളി വലിച്ച് ഞാൻ നിലത്തിട്ടേനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നിട്ട് സച്ചി പറഞ്ഞു, ഞാനൊന്ന് ഫോൺ വിളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഇവിടെ ഇരുന്ന് സച്ചേട്ടാ വിളിക്കുക. അത് ഇവിടെ ഒച്ചപ്പാടൊക്കെ അല്ല, അങ്ങോട്ട് മാറിപ്പോയിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഫോണൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ ആരെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ഓട്ടത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നു. സച്ചി ഓക്കേടാ, ഞാനിപ്പോൾ അവിടെ ഇല്ല, സ്ഥലത്ത് അവിടെ ഇല്ല, ഞാനൊരു കാര്യം ചെയ്യാം, അവൻ്റെ മഹേഷിൻ്റെ നമ്പർ തരാം, ഏതായാലും മഹേഷിനെ നീ വിളിച്ച് വിട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കാണ് മറ്റേ 2 വ്യക്തികൾ അവിടെ ഉണ്ടല്ലോ, നമ്മുടെ മഹിമ ഇറക്കിയ 2 വീരന്മാർ. അതിലൊരു വീരനാണെങ്കിൽ, ഒരു വീരൻ കാലെ പോയി ചവിട്ടിയിട്ട് ഏറ്റില്ലല്ലോ. അപ്പം മറ്റേ വീരനാണെങ്കിൽ, എങ്കിൽ പിന്നെ ഞാൻ പോകാടാ, ഇനി എൻ്റെ ഊഴമല്ലേ, ഞാൻ പോകാം, പോയി അവനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് പതിയെ അങ്ങോട്ട് ചെന്നു. നമ്മുടെ സച്ചിയാണെങ്കിൽ ഫോണൊക്കെ സംസാരിച്ച് ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എടാന്ന് പറഞ്ഞോളൂ ടപ്പെന്ന് പറഞ്ഞ് പുറത്തൊരു ഒറ്റ അടി കേട്ടോ. സച്ചിക്ക് കാലി വന്ന് സച്ചി തീരും കിട്ടും, താൻ എന്താണോ കാണിച്ചത്, തനിക്ക് കണ്ണ് കാണത്തില്ലേടോ, താൻ എന്ത് പരിപാടിയാണോ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ആള് മാറിപ്പോയിട്ടോ, ഞാൻ എൻ്റെ കൂട്ടുകാരനാന്ന് ഓർത്ത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ അതേ ഷേപ്പാ നിങ്ങൾക്ക്, അയ്യോ സോറി എന്നോട് ക്ഷമിക്കുക. എന്ത് ക്ഷമിക്കാനാ തന്നോട് എന്ന് ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ്. എന്നിട്ട് സച്ചി തന്നെ ഇങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കുകയാണ് കേട്ടോ. കൂൾ സച്ചി കൂൾ സച്ചി എന്ന് പറഞ്ഞ് സച്ചി തന്നെ ഇങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പെട്ടെന്ന് കടന്നു വന്നു. രേവതി കടന്നു വന്നിട്ട് എന്താ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് ആള് മാറിപ്പോയതാന്ന് പറഞ്ഞ് ഇയാൾ എൻ്റെ പുറത്ത് വന്നിട്ട് അടിച്ചെന്ന്. അപ്പോഴത്തേക്ക് രേവതിക്കൊന്നും കലി വന്നില്ല. രേവതി താൻ എവിടെ നോക്കിയാടോ, തനിക്ക് ഒരാളെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ കൂടി താൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ കൂടി ചെന്ന് അടിക്കുന്നതിന് ഒരു മാന്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അയാൾ ഷൗട്ട് ചെയ്യാണ്, എന്നെ മാന്യത പഠിപ്പിക്കാൻ വരുന്നോ, നീ ആരാടി എന്നെ മാന്യത പഠിപ്പിക്കാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ തട്ടിക്കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ സച്ചി രേവതിയോട് പറഞ്ഞു, വേണ്ട രേവതി വേണ്ടാന്ന് പറഞ്ഞു. കാരണം സച്ചി തന്നെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. രേവതി അവിടെ കേസ് പിടിക്കാൻ നോക്കിയതാണ് കേട്ടോ. കാരണം രേവതിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് ആ കേസ് പിടിക്കാൻ നോക്കിയത്. രേവതി തന്നെ പതുക്കെ ഒഴിവാക്കിയല്ല, രേവതിയല്ല സച്ചി തന്നെ പോട്ടെ സാരമില്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുക. അങ്ങനെ ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതിനെയും മീരേനെയും കാണിക്കാം. അങ്ങനെ നമ്മുടെ മീര ഏർപ്പാടാക്കിയ ഖോട്ടർ ധാമു രംഗത്തെത്തിക്കഴിഞ്ഞു. ധാമു ആണെങ്കിൽ ഹലോ മേഡം എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പം നമ്മുടെ മീര പറഞ്ഞു, പതുക്കെ നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കുക. ഞാൻ പതുക്കെയാണല്ലോ സംസാരിക്കുന്നത്. അതെ, ഞാൻ എവിടെന്നൊക്കെ ആ സാധനം ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്ന് അറിയാമോ? അയാളെ ഇന്ന് കുടിപ്പിച്ച് കിടത്താൻ വേണ്ടിയുള്ള എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അയാൾ ഏത് ബ്രാൻഡാണ് കുടിക്കുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ബ്രാൻഡും ഞാൻ വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പോകാൻ നേരത്ത് പൈസയുടെ കാര്യം മറക്കരുതേ. കുറേ പേരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചോണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും പൈസ തരണേ. താൻ പറഞ്ഞ പണി ചെയ്യാൻ നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മീര പതുക്കെ ഖോട്ടർ ധാമുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കണ്ടോ 2 പേരിരിക്കുന്നത്, അതാണ് സച്ചിയും രേവതിയും. അതിലിരിക്കുന്ന സച്ചിനെയാണ് താൻ കുടിപ്പിക്കേണ്ടത്. രേവതി കൂടെ ഇല്ലാത്തപ്പം വേണം നൈസായിട്ട് സച്ചിനെ കൂട്ടിക്കൊണ്ട് പോയി കുടിപ്പിക്കാനായിട്ട്. ഈ ഒരു പ്ലാന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല. നമ്മൾ വിചാരിച്ച പോലെ അവൻ കള്ളു കുടിച്ചിരിക്കണം. ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വീണ്ടും കുടിച്ചോളും. എന്നോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ മേഡം, പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീനായിരിക്കും. കുറച്ചു നേരം കഴിയുമ്പം ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കും, അല്ലെങ്കിൽ ഈ ധാമു സച്ചിയെ കൊണ്ട് നടത്തിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധാമു വലിയ ആത്മവിശ്വാസത്തോടു കൂടി അങ്ങ് പോവുകയാണ്. മീരയ്ക്കും നമ്മുടെ ശ്രുതിക്കും അപ്പോഴാണ് സത്യം പറഞ്ഞ ആശ്വാസമായത്. ശ്രുതിയോട് മീര പറഞ്ഞു, നീ പേടിക്കേണ്ട, അയാൾ വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ പേടിക്കാതിരിക്കാൻ പറഞ്ഞു. എങ്കിലും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര പേടി തന്നെയാണ്. ശ്രുതി പറയുക, എടി ഇനിയിപ്പം ഇതിലും വീഴത്തില്ലേ, ഇതിലും വീണില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനി എന്തെങ്കിലും വഴിയുണ്ടോ? ഇന്ന് തന്നെ എൻ്റെ ഇവിടുത്തെ പൊറുതി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ഓർക്കുമ്പോഴേ കിടുകിട വിറയ്ക്കുവാടി. കല്യാണത്തിന് പോലും സത്യമായിട്ടും എൻ്റെ കാലിതുപോലെ കൂട്ടുമുട്ടിയിട്ടില്ല. അതുപോലെയാണ് ഞാൻ വിറച്ച് നിൽക്കുന്നത്. എൻ്റെ അമ്മായിമ്മയുടെ തനി സ്വരൂപം നീ കണ്ടില്ലേ? മിക്കവാറും ഇന്ന് എന്നെ കെട്ടിത്തൂക്കും ഇവിടെ എവിടെയേലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മീര പറഞ്ഞു, കൂൾ നീ കൂളാവ്. നിൻ്റെ മുഖത്തെ ഈ എക്സ്പ്രഷനും നിൻ്റെ ഈ പരിഭ്രമവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആർക്കാണെങ്കിലും സംശയം തോന്നിപ്പോവും. നീ നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം എന്ന് പറഞ്ഞ് മീര അങ്ങോട്ട് കോൺഫിഡൻസ് കൊടുത്തങ്ങ് തള്ളുകയാണ് കേട്ടോ നമ്മുടെ
ശ്രുതിനെ. ഇതിനിടയിൽ നമ്മുടെ രേവതി എന്തോ ആവശ്യത്തിനായിട്ട് അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കും സച്ചേട്ടാ, ഞാൻ ഇപ്പോൾ വരാം, ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടോ, ഞാൻ വരുമ്പോൾ ഇവിടെ തന്നെ കണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി പോകുന്നത്. സച്ചിയാണെങ്കിൽ ഇത് എന്താ എന്നെ സ്കൂൾ പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെയാണല്ലോ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. സച്ചിയാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഒന്നും ഇരുന്നിട്ട് സമാധാനമില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അശോകനും രവീന്ദ്രനും കൂടെ അപ്പുറം നിൽപ്പുണ്ട്. അപ്പം രവീന്ദ്രനെ വിളിച്ചിട്ട് അച്ഛാ അച്ഛാ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് സച്ചി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല അച്ഛാ, ആരുമില്ല മിണ്ടാനും പറയാനും. രേവതിയാണെങ്കിൽ എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അച്ഛൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാടാ മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നോട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രേവതി അങ്ങനെ പറഞ്ഞതുകൊണ്ട് വേറെ ഇതൊന്നും ഇല്ല, കാരണം നിന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞത്. ഏതായാലും മോനിവിടെ ഇരിക്കുക, ഏതായാലും ഇപ്പം തന്നെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തീരുമല്ലോ എന്ന് പറയുമ്പോൾ ഇതെപ്പോൾ തീരാനാ, തീരുന്നത് വരെ എൻ്റെ നാക്കി ഇങ്ങനെ അകത്ത് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ, ഞാൻ അതുപോലെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഇനിയും എൻ്റെ മോനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് നിന്നോ, ഇപ്പം കൺട്രോൾ ചെയ്യാൻ മോൻ പഠിച്ചല്ലോ, ഇനി അങ്ങോട്ടേക്ക് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് മോൻ പഠിച്ചോളും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നീ ഇപ്പം ഇവിടെ തന്നെ ഇരുന്നാൽ മതി, കൂട്ടായിട്ട് രേവതി വരുന്നവരെ ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അശോകനും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും സച്ചിക്ക് കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ധാമു വന്ന് ഒളിഞ്ഞു നോക്കുന്നത്. ധാമു വന്ന് നോക്കുമ്പോഴത്തേക്കും ഭാര്യ അവിടെ ഇല്ല, അപ്പം സച്ചി മാത്രമേ അവിടെ ഉള്ളൂ താനും. അങ്ങനെ ധാമു ഇതിലേക്കൂടെയൊക്കെ ഒന്ന് നോക്കി പാട്ട് പാടി ഇങ്ങനെയൊക്കെ നടന്നു വരികയാണ്. അപ്പോഴത്തേക്ക് ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ രവീന്ദ്രനും അശോകനും ആരെങ്ങാണ്ട് കാണാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകും. അപ്പം ഇവരുടെ ആ ഒരു സ്റ്റാഫുകളും അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്ത ആൾക്കാരും ഒക്കെ ആണല്ലോ കൂടുതലും ഉള്ളത്. കാരണം രണ്ടുപേരും ഒരു പ്രൊഫഷനാണല്ലോ, നമ്മുടെ വർഷയുടെ അച്ഛനും ഇവരുടെ ആ ഒരു സ്ഥാനം വേറെ ലെവലിലാണെങ്കിലും ഒരേ ഒരു ഫീൽഡിൽ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്നവരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം കാണാൻ വേണ്ടിയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് സച്ചി പിന്നെ അവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഖോട്ടർ ധാമു തൊട്ടടുത്ത സീറ്റിൽ വന്നങ്ങോട്ട് ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ പതുക്കെ ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിനെ ഒന്ന് സോപ്പിട്ട് പതപ്പിച്ച് കയ്യിലെടുക്കണമല്ലോ, അപ്പം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇന്ന ആളാണ്, ഞാൻ എൻ്റെ അനിയനും ചേട്ടനും ഉണ്ട് അവരുടെയാണ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓഹോ നിങ്ങൾക്കപ്പോൾ അത്രയും ബന്ധമുള്ളവരാണല്ലോ, ഒരു കല്യാണവും താലിമാറ്റൽ ചടങ്ങൊക്കെ ആയിട്ട് ഇവിടെ സാധനമൊന്നും കിട്ടാനില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം നൈസായിട്ട്. അപ്പം പറഞ്ഞു എന്ത് സാധനം? അല്ല മറ്റേ സാധനം. അതോ അതിൻ്റെ കാര്യം എൻ്റെ പൊന്നി ഏട്ടാ ഓർമ്മിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ വലിയ ആൾക്കാരുടെ കേസുകളാണ്. സത്യത്തിൽ വലിയ ആൾക്കാരുടെ കേസുകൾക്ക് ഇങ്ങനെയൊക്കെ കാണേണ്ടതാണ്, പക്ഷെ അറിയത്തില്ല ഇവിടെ സാധനമൊന്നും ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞപ്പം എങ്കിലേ എൻ്റെ കയ്യിലുണ്ട് സാധനം. അല്ല ചേട്ടൻ്റെ കയ്യിൽ സാധനം ഉണ്ടെന്ന്? എന്ത് സാധനം? മറ്റേ സംഭവമേ എൻ്റെ കയ്യിലുണ്ടെന്നേ. ഏതായാലും ഇങ്ങനെ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, പോയി കുടിച്ചോ, ഉണ്ടെങ്കിൽ പിന്നെ കുടിക്കുക. അല്ല നിനക്ക് വേണ്ടേ? എനിക്കൊരു കൂട്ടിന് ആരും ഇല്ലല്ലോ കൂട്ടിന്. ഇപ്പോൾ ഒരു 2 അടിച്ചിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഉഷാറാകും. എൻ്റെ കൂടെ നമുക്കൊന്ന് അടിച്ചാലോ, എനിക്കൊരു കമ്പനി തരാൻ പറഞ്ഞപ്പോൾ ഞാനൊന്നുമില്ല കമ്പനി തരാനേ. അയ്യോ അല്ല തന്നെ കണ്ടിട്ട് താൻ അടിക്കുന്നതാണോട് തോന്നുന്നതെന്ന് അയാളിങ്ങനെ ദാമു ഇങ്ങനെ പറഞ്ഞപ്പം അടിക്കുകയൊക്കെ ചെയ്യും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം ഞാൻ നിർത്തി വെച്ചിരിക്കുക. അയ്യോ അങ്ങനെ നിർത്തി വെക്കരുത്, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ അല്ലേ നമ്മൾ 1-2 വിടേണ്ടത്. വാന്നേ എൻ്റെ കൂടെ വാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പൊന്നോ അയാൾ പതുക്കെ സോപ്പൊക്കെ ഇട്ട് ആദ്യമൊക്കെ സച്ചി വേണ്ട എന്ന് പറഞ്ഞ് ഇയാളുടെ ഓരോ ഇങ്ങനെ പ്രലോഭം ഉണ്ടല്ലോ, ഇവർക്ക് കുടിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ അവരങ്ങ് വീഴും. അങ്ങനെ ആയിരിക്കാം. ഏതായാലും നമ്മുടെ സച്ചിനെ വീഴ്ത്തുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ചന്ദ്രയ്ക്ക് വെപ്രാളവും പരവേശവും ഒക്കെ മുഹൂർത്തം ആകാറായി. ആദ്യത്തെ ചടങ്ങ് മൂത്തയാളുടെയാണ്, അതായത് നമ്മുടെ ശ്രുതിയുടെയും ചടങ്ങാണ് നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു വെപ്രാളത്തിലാണ്, ഇതുവരെ വന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ രവീന്ദ്രനോട് വന്ന് പറയുകയാണ് ഇതുവരെ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിലിപ്പോൾ എന്താ, അയാൾ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി, അല്ല ഫ്ലൈറ്റൊക്കെ കിട്ടി ഇവിടെ വരണ്ടേ, കുറച്ച് കഴിഞ്ഞ് അയാൾ വരട്ടെ. ഇപ്പം കല്യാണമല്ല താലിമാറ്റൽ ചടങ്ങ് നടത്തുകയെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? കല്യാണമോ അദ്ദേഹത്തിന് കൂടാൻ പറ്റിയില്ല, അപ്പം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നിയാലോ? എൻ്റെ പൊന്നു ചന്ദ്രയെ, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നതാണോ? മുഹൂർത്തമൊക്കെ ഉള്ളതല്ലേ ഇതിന്. എന്നാലും ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിലൊരു ബുദ്ധി തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് മാറിപ്പോവാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളം കേട്ടോ, ഇതുവരെ ശ്രുതിയുടെ അമ്മായിയച്ഛൻ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എത്രമാത്രം ചന്ദ്ര ടെൻഷൻ അടിക്കുന്നോ അതിലേറെ നമ്മുടെ ശ്രുതിയും ടെൻഷൻ അടിക്കുന്നുണ്ട്.
പിന്നെ ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരെയൊക്കെ കാണുന്നു. അപ്പോൾ രവീന്ദ്രൻ്റെ മോനെയാണ് വർഷ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വർഷയുടെ അച്ഛനും ഇവരുടെ കൂടെ ഉള്ളതാണല്ലോ. അപ്പം വർഷയുടെ അച്ഛനെ ഇവർക്കൊക്കെ അറിയാം. അപ്പം ഇങ്ങനെ ഒരു ബന്ധമാണല്ലോ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഇത്രയും പണം ഉണ്ടായിട്ട് ഇതുപോലെ ഒരു കുടുംബത്തിൽ പോയി പെണ്ണെടുത്തില്ലേ, നിങ്ങളാണ് മാതൃക എന്നൊക്കെ ഇങ്ങനെ വർഷയുടെ അച്ഛനോട് പറഞ്ഞപ്പോൾ വർഷയുടെ അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യാനാ, മക്കൾ ഓരോന്ന് വരുത്തി വെക്കുകയാണെങ്കിൽ പിന്നെ എന്തും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ താഴ്ത്തി കെട്ടുമല്ല, പക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്ത് അയാൾ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ, കുടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അയാൾ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തതനുസരിച്ച് നമ്മുടെ സച്ചി വീഴുകയും ചെയ്തു. ഇത് കാണുകയും ചെയ്തു. ചുമ്മാ ഒന്ന് കൂട്ടു വന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് കാറിൽ ഇരിപ്പുണ്ട് സാധനം അടിക്കാൻ, നീ ഒന്ന് കൂട്ട് വന്ന് അവിടെ നിന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഓട്ടോമാറ്റിക്കലി അടിക്കാൻ തോന്നുന്നത് ഇയാൾക്കറിയാം. ഇയാളും കുടിയനാണല്ലോ, അപ്പം കുടിയന്മാരുടെ ഏകദേശം സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുന്നു, കള്ളു കുടിക്കാനായിട്ട് തുടങ്ങുന്നു. കള്ളു കുടിച്ചൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സച്ചി താനി കൂതറയാണല്ലോ. നമ്മുടെ സച്ചിയുടെ സ്വഭാവം നമുക്കറിയാം, നിയന്ത്രിക്കാൻ പറ്റില്ല സച്ചിക്ക്. സച്ചി കുടിക്കാൻ തുടങ്ങുന്നു. അവിടെ വല്ലാത്തൊരു ഇത് ഫീൽ ചെയ്യുക നമ്മുടെ രേവതിക്ക്. ഇപ്പോൾ രേവതി പെട്ടെന്ന് വന്ന് നോക്കുക, സച്ചിനെ നോക്കുമ്പോൾ സച്ചിനെ കാണുന്നില്ല. രേവതിയുടെ ജീവൻ പോയില്ലേ. ഈ സമയമാണെങ്കിൽ നമ്മുടെ ശ്രുതിയും അവരൊക്കെ ഇറങ്ങി വന്നു. എല്ലാവരും ഇറങ്ങി വന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്ര ഒന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. ആദ്യത്തെ ചടങ്ങ് അവരുടെ ആക്കി, വർഷയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ചടങ്ങാക്കി മാറ്റുകയാണ് കേട്ടോ. കാരണം ആദ്യം അവരുടെ ചടങ്ങ് വെക്കാം, രണ്ടാമത് ഇവരുടെ ചടങ്ങ് വെക്കാം. അപ്പോഴത്തേക്കും മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ വരത്തുള്ളൂല്ലോ, കോടിക്കണക്കിന് പണവും അതുപോലെ കിലോ കണക്കിന് സ്വർണ്ണമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കൊണ്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ നയനയുടെയും ആദർശിൻ്റെയും കഥയാണ്. നയനയുടെയും ആദർശിൻ്റെയും കഥയായിട്ട് ഈ വിശേഷം കഴിയുന്ന ഉടനെ നമ്മൾ എത്തുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മളൊരു ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽസ് ആൻഡ് കുർത്തീസ്, സാരീസ്, അതുപോലെയുള്ള കോംബോ ഡ്രസ്സുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ ഷോർട്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇപ്പം കുറേ പർച്ചേസിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം പർച്ചേസ് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. പ്രത്യേകം പേരൊന്നും ഞാനെടുത്ത് പറയുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. മറ്റുള്ളവർക്കും ഒന്ന് അറിയാമല്ലോ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാമല്ലോ, ഫീഡ്ബാക്കൊക്കെ എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണം എടുത്തവരൊക്കെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.